ഒരു കുഞ്ഞെന്ന സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു കാര്യമാണ്. ഒരു കുഞ്ഞില്ലാതെ ജീവിച്ച നിമിഷങ്ങളും കുഞ്ഞുണ്ടായി ജീവിച്ച നിമിഷങ്ങളും ഞാൻ അനുഭവിച്ചതാണ്. എൻ്റെ പേര് ത്രേസ്യാമ്മ ജെൽസി. ഞാനൊരു തയ്യലും ഒക്കെ ആയിട്ട് ഒരു ചെറിയ തോതിൽ ജീവിക്കുന്ന ഒരു ആളാണ്. പിന്നെ എനിക്ക് 8 വർഷം കഴിഞ്ഞാണ് ഒരു കുഞ്ഞ് ജനിച്ചത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 27 വർഷമായി. ആ മോള് ഒരു 2 വയസ്സായപ്പോൾ മരിച്ചായിരുന്നു. അയാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആകെ നിരാശയും ജീവിതത്തിൽ ഒരർത്ഥമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് ഞങ്ങൾ സൈമർ എന്ന ഹോസ്പിറ്റലിനെ പറ്റി, വന്ധ്യതയ്ക്ക് പേരുകേട്ട സൈമർ എന്ന ഹോസ്പിറ്റലിനെ പറ്റി ഞങ്ങളുടെ റിലേഷൻ പറഞ്ഞറിയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആകെയുള്ള ഒരു പ്രയാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടി മരിച്ചു പോയതിൻ്റെ വിഷമവും പിന്നെ ഇപ്പോൾ ഉള്ള ഒരു ടെൻഷൻ, ഇതിനെപ്പറ്റി പറഞ്ഞു കേട്ടപ്പോൾ ഇനി എന്ത് ആവും എന്നുള്ള ഒരു ടെൻഷനോടുകൂടിയാണ് ഞങ്ങൾ ഇതിനോട്ട്, എന്നാലും ഞങ്ങൾ മുന്നോട്ട് പോകാം എന്നുള്ള ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോയി. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും സന്തോഷകരമായിട്ടാണ് പിന്നെ ഡോക്ടർമാരെല്ലാവരും ഞങ്ങളെ സംസാരവും പെരുമാറ്റങ്ങളും ചികിത്സാ രീതികളും എല്ലാം ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഏറ്റവും ഏജ് കൂടിയ വ്യക്തി ഞാനായിരുന്നിട്ട് പോലും എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു പ്രയാസം ഉണ്ടായെങ്കിലും പക്ഷേ ഡോക്ടർമാരെല്ലാം കൂളായിട്ട് തന്നെയാണ് എന്നോട് പെരുമാറിയതും എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഡോക്ടർമാരായാലും നഴ്സുമാരായാലും എല്ലാവരും എനിക്ക് വേണ്ട സപ്പോർട്ടെല്ലാം ചെയ്തു തന്നു. അങ്ങനെ ഞാൻ 9 മാസം കഴിഞ്ഞ് എൻ്റെ മോളെ ബിജോയ് ഡോക്ടർ ഓപ്പറേഷനോട് എടുത്ത് പരശുരാം ഡോക്ടർക്കും കാർത്തിക മാഡത്തിനും എല്ലാ ഡോക്ടർമാർക്കും വളരെ വളരെ നന്ദിയാണ് ഇത്രയും നല്ലൊരു മോളെ ഞങ്ങൾക്ക് തന്നതിനെ. എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, എന്നെ പോലെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര്, നിങ്ങളൊന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ നിങ്ങൾ ഏജ് ആവാതെ, എന്നെ പോലെ ഏജ് വരെയും കാത്തിരിക്കാതെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ കാണുക, ട്രീറ്റ്മെന്റ് ചെയ്യുക. ഒരു കുഞ്ഞെന്ന സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു കാര്യമാണ്. ഒരു കുഞ്ഞില്ലാതെ ജീവിച്ച നിമിഷങ്ങളും കുഞ്ഞുണ്ടായി ജീവിച്ച നിമിഷങ്ങളും ഞാൻ അനുഭവിച്ചതാണ്.